നമസ്കാരം. ബ്രേക്കിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വായന പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി എൽത്തറിസ് സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ വായനാ ദിനം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ തോമസ് ചക്രമൈക്കൽ CMIയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കവിയും ഗാനരചയിതാവുമായ കണ്ണൻ സിദ്ധാർത്ഥ് വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അവരെ സ്വീകരിക്കാം പ്രാർത്ഥനയോടുകൂടി. അപ്പം ഇപ്പൊ പ്രാർത്ഥനാ ഗീതം ചൊല്ലുമ്പോൾ എല്ലാ കുഞ്ഞുമക്കളും അവിടെ തന്നെ ഇരുന്നാൽ മതി. ആചാര്യന്മാർക്ക് സൂര്യപ്രണാമം, ചെങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെയും മംഗളം നിറയുന്ന സ്നേഹപ്രണാമം. അക്ഷരപ്പൂവിനെ തേനിനു തൃശൂർ കോർപ്പറേഷൻ 45ാം കൗൺസിലർ ശ്രീമതി ലാലി ജെയിംസ് സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അധ്യയന വർഷത്തിൽ സർക്കാർ പത്രവായന ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശപ്രകാരം ഓരോ ക്ലാസ് മുറിയിലേക്കും പത്രം നൽകുന്നതിന്റെ ഭാഗമായി PTA പ്രസിഡന്റ് ശ്രീ ബിനു പോൾ K ഒരു വിദ്യാർത്ഥിക്ക് പത്രം കൈമാറിക്കൊണ്ട് പത്രവിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ മൂക്കിൽ കൈവച്ച് കുട്ടികളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളെല്ലാവരും നല്ല ശബ്ദമുള്ളവരാണെന്നാണ് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞത്. ചായക്കടയിലെ അച്ഛൻ നല്ല ശബ്ദവും നല്ല എനർജി നൂറിന്റെ കെട്ടിന്റെ മുന്നിൽ ഒരു പാട്ടും വിരിയില്ല കേട്ടോ. നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്ക് തിന്നാൻ കൊടുക്ക്. 18 അതുകൊണ്ടാണ് ജൂൺ 18 ദേശീയ വായനാ ദിനമായി നാം ആചരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകാരും അത്യാകർഷകമായ രീതിയിൽ വായനാമൂല ക്ലാസ് സജ്ജീകരിച്ചു. വായനാമൂലയിൽ വർത്തമാന പത്രങ്ങളും ബാലമാസികളും ചിത്രകഥ പുസ്തകങ്ങളും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാസ്റ്റർ 4 വരി കവിത, അതിൽ എല്ലാം ഉണ്ട്. വായന എന്താണ്, വായിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നത് എല്ലാം ഉണ്ട്. ആ കവിത പാടുന്നില്ല, ഞാൻ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കാൻ പറ്റുന്നത് ടൈപ്പുകളല്ല, എല്ലാം പറയലാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചു വളർന്നില്ലെങ്കിൽ. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി നടത്തിയ വായനാ മത്സരത്തിലും കയ്യക്ഷര മത്സരത്തിനും വിജയികളായ ഐഡൻ ബി ടോം, അക്ഷയ് കൃഷ്ണ, സെഹൽ റോസ് പുളിക്കൻ, അനീറ്റ റോസ് ബാബു, ഇവ മാർഗലിൻ പേരാട്ടിൽ, ജുവൽ റോസ് എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. സാഹിത്യകാരന്മാരെയും കവികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 3-4 ക്ലാസ് വിദ്യാർത്ഥികളായ ജോവിയ ജോഷി, നദ യേൽ CM, ഗഗൻ ദേവ് PA, ആരാധ്യ വിജയ് എന്നിവർ ബഷീർ വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, മാധവിക്കുട്ടി എന്നിവരുടെ വേഷവിധാനത്തിൽ വന്ന് പരിചയപ്പെടുത്തിയത് കുട്ടികൾക്ക് കവികളെയും സാഹിത്യകാരന്മാരെയും നേരിട്ട് കാണുന്ന അനുഭൂതി ഉളവാക്കി. KG വിദ്യാർത്ഥികൾ നാടൻ പാട്ടും അവതരിപ്പിച്ചു. എല്ലാ കുട്ടികളും വായനാ ദിനം പ്രതിജ്ഞ എടുത്തു. പത്രവായന നിർബന്ധമായും എല്ലാ കുട്ടികളിലും എത്തുന്ന രീതിയിലുള്ള പുതുമയാർന്ന പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അത്യാകർഷകമായ വിധത്തിൽ നേരിട്ട് എഴുതാനും വരയ്ക്കാനും വായിക്കാനും കഴിയുന്ന പാനൽ ബോർഡിന്റെ ഉദ്ഘാടനം മാനേജർ പ്രതിനിധി ഫാദർ ബിനോ ബാബു CMI അവർകൾ നിർവഹിച്ചു. അധ്യാപികയായ സോഫി CF ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. നാടക പ്രവർത്തകൻ, സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വൈറലായ 1 മില്യൺ കാഴ്ചക്കാരെ ലഭിച്ച പടുപാട്ട് കാലം വരും വാക്കു തോക്കില്ലടോ
രചയിതാവ് 2 സിനിമയിൽ പാട്ടുകൾ അധ്യാപികയായ റോമിന ജോൺസൺ നന്ദി പറഞ്ഞു. ിക്കുന്നു നന്ദി, നമസ്കാരം.